അവസാന ഒരാഴ്ചയിൽ ലോകമെമ്പാടും സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ട്രെൻഡാകുന്ന ഒരേ ഒരു കാര്യം, ലോകമെമ്പാടുമുള്ള അനവധി ആനിമേഷൻ പ്രേമികളെ വിസ്മയിപ്പിച്ച ഒരു കാര്യം, അതാണ് സ്റ്റുഡിയോ ഗിബ്ലി. അതെ, നിങ്ങൾ ആര് നോക്കിയാലും അവരുടെ ഫോട്ടോ എടുത്ത് ഗിബ്ലി ആക്കുന്നു, അവരുടെ കുടുംബ ഫോട്ടോ എടുത്ത് ഗിബ്ലി ആക്കുന്നു, അവരുടെ മക്കളുടെ ഫോട്ടോ എടുത്ത് ഗിബ്ലി ആക്കുന്നു. പോരാത്തതിന് അവർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളുടെ ഫോട്ടോ പോലും എടുത്ത് ഗിബ്ലി ആക്കുന്നു. അതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. കാരണം ആരംഭത്തിൽ ChatGPT ഒരു ദിവസം 3 ഇമേജിനെ വരെയും ഫ്രീ ആയി ഗിബ്ലി ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യാം എന്നൊരു ഓഫർ കൊടുത്തിരുന്നു. എന്നാൽ ഇങ്ങനെ ഫ്രീ ആയി നൽകിയതിന് പുറകിലും ഒരു വലിയ ആപത്തുണ്ടെന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയാതെയാണ് ഇതൊക്കെ ഗിബ്ലി ആക്കുന്നതും ഷെയർ ചെയ്യുന്നതും. അപ്പോൾ അതിന് പുറകിലുള്ള ആ ആപത്ത് എന്താണ്? എന്തുകൊണ്ട് അവരിതൊക്കെ ഫ്രീ ആയി നൽകണം? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതിന് മുൻപ് ഈ സ്റ്റുഡിയോ ഗിബ്ലി ഇതെന്താണ്? ഇത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? കൂടാതെ ഭാവിയിൽ AI ഇങ്ങനെ വികസിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അത് മനുഷ്യകുലത്തിന് എത്രത്തോളം ആപത്തുണ്ടാക്കും? AIയുടെ നല്ല വശം മാത്രം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ AIയുടെ ഒരു ഇരുണ്ട വശവും അറിയാൻ സാധിക്കും. അതുകൊണ്ട് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ സ്റ്റുഡിയോ ഗിബ്ലി എന്നാൽ മറ്റൊന്നുമല്ല, അത് പൂർണ്ണമായും കരകൃതമായ ഒരു തരം ആർട്ട് സ്റ്റൈലാണ്. പൂർണ്ണമായും കൈകൾ കൊണ്ട് വരച്ചതായിരിക്കും. ഈ സ്റ്റുഡിയോ ഗിബ്ലി ആദ്യമായി രൂപീകരിച്ചത് ഹയാവോ മിയാസാക്കിയാണ്. ഇത് രൂപീകരിച്ച ഇദ്ദേഹം തന്നെ ഇപ്പോ വികസിച്ചുകൊണ്ടിരിക്കുന്ന AIയെ നോക്കി പറഞ്ഞ ഒരു കാര്യം ഇൻസൾട്ട് ടു ലൈഫ് ഇറ്റ്സെൽഫ് എന്നാണ്. ഇത് ഇദ്ദേഹം ഇന്നോ ഇന്നലെയോ പറഞ്ഞതല്ല. 2016 തന്നെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട് ഈ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കണം? എന്തുകൊണ്ട് AIയോട് ഇദ്ദേഹത്തിന് ഇത്ര വെറുപ്പ് എന്നറിയുന്നതിന് മുൻപ് ഇദ്ദേഹം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 1941 വർഷം ജനുവരി 5-ാം തീയതി ജപ്പാനിലെ ടോക്കിയോയിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ജനിച്ച് വളർന്നു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഡ്രോയിങ്ങിലും സ്റ്റോറി ടെല്ലിങ്ങിലും അതിയായ ഒരു ആവേശവും ഒരു താല്പര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ 19-ാം വയസ്സിൽ ടോയ് ആനിമേഷൻ കമ്പനിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ആനിമേഷൻ ജീവിതം ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ചപ്പോൾ ഒരുപാട് ആനിമേഷൻ ഓറിയന്റഡ് സീരീസ് ആൻഡ് ഫിലിംസിലെല്ലാം അദ്ദേഹം വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ തന്റെ പൂർണ്ണ കഴിവും പുറത്തെടുത്ത് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. എന്നാൽ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ ഒരു ജോലിയിൽ അദ്ദേഹത്തിന് യാതൊരു തൃപ്തിയും ലഭിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും തിരഞ്ഞിരുന്നത് ട്രഡീഷണൽ വേയിൽ ഒരിക്കലും ആനിമേഷൻ ചെയ്യാൻ പാടില്ല. എപ്പോഴും ഹാൻഡ് മെയ്ഡ് ഡ്രോയിങ് തന്നെ ആയിരിക്കണം, അതൊരു റിയൽ ആയിരിക്കണം. അതുവഴി ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവരണം എന്ന് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചു. അങ്ങനെ 1985-ാം വർഷം അദ്ദേഹം തന്റെ സുഹൃത്തായ ഇസാവോ തകാഹാത്ത കൂടാതെ പ്രൊഡ്യൂസർ തോഷിയോ സുസുക്കിയുടെ സഹായത്തോടു കൂടി ഒരു സ്റ്റുഡിയോ ആരംഭിച്ചു. അതാണ് സ്റ്റുഡിയോ ഗിബ്ലി. വ്യത്യസ്തമായ മനസ്സിൽ നിലനിൽക്കുന്ന കാലാഹരണപ്പെടാത്ത കഥകളിലൂടെ ലോകത്തെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതേ രീതിയിൽ തന്നെ അവർ ആനിമേഷൻ നിർമ്മിച്ചു. അങ്ങനെ നിർമ്മിച്ചത് മാത്രം അല്ല, അതിന് ജീവനും നൽകി. തുടക്കത്തിൽ ഇവരുടെ ഈ ഒരു ആനിമേഷനൊക്കെ കണ്ടപ്പോൾ എന്തിനാണ് ഇവർ പഴയ രീതികളൊക്കെ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാണ് പലരും ചിന്തിച്ചത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു അത്ഭുതമായി തോന്നി. കാരണം അതൊരു കരകൃതമായ ആനിമേഷൻ ആണെങ്കിലും ഇവർ വരച്ചതിലൂടെ രൂപപ്പെട്ട ആ ഒരു ആനിമേഷൻ കണ്ടപ്പോൾ ലഭിച്ച ഇമോഷൻ, ആ ഒരു അനുഭൂതി മറ്റേതൊരു ഡിജിറ്റൽ രീതിയിലും നിർമ്മിച്ച ആനിമേഷനിൽ ആർക്കും ലഭിച്ചില്ല. ഇത് തന്നെയായിരുന്നു മിയാസാക്കിയുടെ ആവശ്യവും. അത് അദ്ദേഹം ജനങ്ങളിലേക്ക് കൃത്യതയോടുകൂടി എത്തിക്കുകയും ചെയ്തു. അന്നുവരെയും മാങ്ക മാത്രമായിരുന്നു ജപ്പാൻ ജനങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തി ആർജിച്ചത്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ സ്റ്റുഡിയോ ഗിബ്ലി എന്ന പുതിയ ഒരു ആനിമേഷൻ ട്രെൻഡാകാൻ തുടങ്ങി. ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നതിന് വെറുതെ എന്തെങ്കിലുമൊക്കെ അവർ വരച്ചു വെച്ചില്ല. പകരം പല മണിക്കൂറുകളോളം, പറഞ്ഞു വന്നാൽ 100 മണിക്കൂറോളം ഇരുന്ന് വരച്ചാണ് അവർ ആനിമേഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോ നോക്കുക. ഇതിന്റെ ഡ്യൂറേഷൻ വെറും 4 സെക്കൻഡ് മാത്രമാണ്. ഇത് വളരെ തിരക്കേറിയ സ്ഥലത്ത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലുള്ള ഒരു സീനാണ്. എന്നാൽ ഈ 4 സെക്കൻഡ് സീൻ നിർമ്മിക്കാൻ വേണ്ടി മാത്രം ഇവർക്ക്
15 മാസം എടുത്തു. തുടക്കത്തിൽ ഈ ഒരു സീൻ ആനിമേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഇത് ഒരു ഡിജിറ്റൽ രീതിയിൽ എടുക്കാം എന്നൊക്കെ ആദ്യം പദ്ധതിയിട്ടു. പക്ഷേ മിയാസാക്കി ഇതിന് സമ്മതിച്ചില്ല. തീർച്ചയായും ഇത് കൈകൾ കൊണ്ട് വരച്ചാൽ മാത്രമേ അത് ഇമോഷണലി കണക്റ്റ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. ആനിമേറ്ററായ എജി എമാമോറിയോട് കൈകൾ കൊണ്ട് തന്നെ ഇത് വരയ്ക്കാനും ആവശ്യപ്പെട്ടു. അങ്ങനെ എമാമോറി ഈ ഒരു സീനിന് വേണ്ടി ഏകദേശം 96 പേപ്പറുകൾ ഉപയോഗിച്ചു. അതായത് ഒരു മാസത്തിൽ കണക്കെടുത്ത് നോക്കിയാൽ വെറും 6 പേപ്പറിലായിരുന്നു അദ്ദേഹം ആ ചിത്രം വരച്ചത്. അതിന് കാരണം അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. ഓരോ ക്യാരക്ടറിനും ഓരോ ഇമോഷൻ ആയിരിക്കും, ഓരോന്നിനും ഓരോ ബോഡി ലാംഗ്വേജും ആയിരിക്കും. ആ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് 1.5 വർഷത്തോളം അവർ പരിശ്രമിച്ചത്. കൂടാതെ ഈ സ്റ്റുഡിയോ ഗിബ്ലിയിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അതൊക്കെ അവർ ശക്തമായി തന്നെ പിന്തുടരുകയും ചെയ്തു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓരോ ദിവസവും ആ ഓഫീസിൽ 11 മുതൽ 16 മണിക്കൂറോളം ജോലി ചെയ്യും. ജോലി ചെയ്യണം എന്നതിന് വേണ്ടി അത്രത്തോളം സ്ട്രെസ്സോടുകൂടി വല്ലാത്ത ടെൻഷനോടുകൂടി ഒന്നും ആരും ജോലി ചെയ്യില്ല. ആ ആനിമേഷൻ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതിന് വേണ്ടി വളരെ രസകരമായി തമാശയോടുകൂടി ആസ്വദിച്ചാണ് അവർ ആ ജോലി ചെയ്യുന്നത്. അതേസമയം അവരുടെ ക്വാളിറ്റിയിലും യാതൊരു കോംപ്രമൈസും ചെയ്യില്ല. കൂടാതെ അവർ ചെയ്യുന്ന ആനിമേഷൻ മുഴുവനും ഹാൻഡ് ഡ്രോയിങ് ആനിമേഷൻ മാത്രമായിരിക്കും. ഡിജിറ്റലി ഒന്നും തന്നെ അതിൽ വരാൻ പാടില്ല എന്നതിൽ വളരെയേറെ ശ്രദ്ധിക്കുകയും ചെയ്തു. കൂടാതെ അവരുടെ ഗിബ്ലിയെല്ലാം ഇത്രത്തോളം പ്രത്യേകമാക്കുന്നത് എന്തെന്നറിയണ്ടേ? അതിൻ്റെ വിശ്വസനീയമായ കഥകളാണ്, മനോഹരമായ വിഷ്വൽസ്, കരകൃതമായ 2D ആനിമേഷൻസ്, ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രകൃതിയോടുള്ള അതിയായ സ്നേഹം എല്ലാം ചേർന്ന ഒരു അതുല്യമായ അനുഭവമായിരുന്നു ആ ഗിബ്ലി. ഇങ്ങനെ ഞാനീ പറയുന്നതൊന്നും നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ സ്റ്റുഡിയോ ഗിബ്ലിയിലൂടെ പുറത്തു വന്ന ആനിമേഷൻ സിനിമകൾ OTTയിലൂടെ നിങ്ങൾ കണ്ടാൽ തന്നെ അതിൻ്റെ അനുഭവം, അതിൻ്റെ ഒരു ഇമോഷണൽ കണക്റ്റും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും മികച്ച സിനിമ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഗിബ്ലിയുടെ ആദ്യ മിന്നുന്ന വിജയമായിരുന്നു 1988 പുറത്തു വന്ന മൈ നെയ്ബർ ടൊട്ടോറോ. ടൊട്ടോറോ ആ നർമ്മമൂർത്തിയായ ജീവി ഇന്നും അനേകർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കഥാപാത്രമാണ്. അതിനുശേഷം 1989 പുറത്തിറങ്ങിയ കിക്കീസ് ഡെലിവറി സർവീസ്, പിന്നീട് 1997 പുറത്തു വന്ന പ്രിൻസസ് മോണോനോക്കി, പിന്നീട് 2001 പുറത്തു വന്ന സ്പിരിറ്റഡ് എവേ. ഇവയൊക്കെ മികച്ച വിജയങ്ങൾ നേടി. സ്പിരിറ്റഡ് എവേ ഓസ്കാർ ജേതാവായി. ആനിമേഷൻ ലോകത്ത് ഗിബ്ലിയെ അതിന്റെ ശിഖരത്തിലേക്ക് എത്തിച്ചു. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു സിനിമ 2013 പുറത്തിറങ്ങിയ ദ വിൻഡ് റൈസസ് എന്ന ഫിലിം. ഈ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം 1,70,000 ഫ്രെയിംസ് പേപ്പറിൽ തന്നെ ചിത്രമായി അവർ വരച്ചു. അങ്ങനെ വരച്ച ഓരോ പേപ്പറിലും എവിടെയും യാതൊന്നും മിസ്സാകാൻ പാടില്ല എന്നതിനു വേണ്ടി അത്രത്തോളം കൃത്യതയോടുകൂടി അവർ വരച്ചു. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് അനുഭവപ്പെടുകയും ചെയ്യും. മിയാസാക്കിയുടെ അവസാന സിനിമ എന്നറിയപ്പെട്ട ചിത്രമായിരുന്നു അത്. യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വരച്ച ഒരു സിനിമ. എന്നാൽ ഇപ്പോഴും പലർക്കും ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യമൊക്കെ വരാം, എന്തിനാണ് ഇങ്ങനെ ഒരു കാലത്തും വെറും കൈകൊണ്ടൊക്കെ വരച്ച് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്ത് സിനിമയൊക്കെ ഉണ്ടാക്കുക എന്ന്. അതിന് മിയാസാക്കിക്ക് നല്ലൊരു വിശദീകരണം നൽകാനുണ്ട്. എൻ്റെ കൈകൾ കൊണ്ട് വരച്ചാൽ മാത്രമേ ആ ഒരു ഡ്രോയിങ്ങിന്, ആ ഒരു ആനിമേഷന് ജീവൻ നൽകാൻ സാധിക്കൂ. അതല്ലാതെ ഡിജിറ്റലി ചെയ്യുകയാണെങ്കിൽ അതിന് യാതൊരു ഇമോഷനും ലഭിക്കില്ല. കാരണം ഡിജിറ്റൽ അൽഗോരിതം ഉപയോഗിച്ചായിരിക്കും റൺ ആവുക. അവിടെ യാതൊരു വേദനയും കാണില്ല, യാതൊരു ഇമോഷനും കാണില്ല, സങ്കടം കാണില്ല, ദുഃഖം കാണില്ല, സ്നേഹം കാണില്ല. പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് മാത്രമേ ഇമോഷൻസ് മനസ്സിലാക്കി അതിന് ജീവൻ നൽകാനും സാധിക്കും. ഇതിലൂടെ തന്നെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം കരവിരുത്, അതും കൈകൾ കൊണ്ട് വരച്ചെടുക്കുന്ന ചിത്രങ്ങൾക്കും സ്വന്തം വികാരങ്ങളിലൂടെ നൽകുന്ന ജീവനും എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളത്. 2016 വർഷം 2 യുവാക്കൾ ഇദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു ആനിമേഷൻ ഷോർട്ട് ഫിലിം കാണിച്ചു. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇന്നോവേഷൻ കണ്ട് അദ്ദേഹം നമ്മെ അഭിനന്ദിക്കും എന്നൊക്കെയായിരുന്നു ആ 2 യുവാക്കളും കാത്തിരുന്നത്. എന്നാൽ തീർത്തും വിപരീതമായിരുന്നു സംഭവിച്ചത്. അത് കണ്ടതും മിയാസാക്കിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം ആ ഷോർട്ട് ഫിലിം പൂർണ്ണമായും AI ഉപയോഗിച്ചായിരുന്നു ആനിമേറ്റ് ചെയ്തിരുന്നത്. അതിലുള്ള ആർട്ട് ഫോംസിനൊന്നും യാതൊരു ജീവനും ഇല്ലായിരുന്നു, യാതൊരു വികാരവും ഇല്ലായിരുന്നു. ഇത് കണ്ടപ്പോഴായിരുന്നു അദ്ദേഹം ഈ പ്രശസ്തമായ ഒരു കമന്റ് നൽകിയത്.
ആൻഡ് ഇൻസൾട്ട് ടു ലൈഫ് ഇറ്റ്സെൽഫ്. ജീവിതത്തിന് തന്നെ ഇത് അപമാനമാണെന്ന്. കൂടാതെ അദ്ദേഹം പറഞ്ഞത്, മോഡേൺ ടെക്നോളജിയിൽ നിങ്ങൾക്ക് യോജിച്ചു പോകാം, എന്നാൽ ഞാൻ എൻ്റെ ട്രഡീഷനും കൾച്ചറിനും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഞാൻ കൈകൾ കൊണ്ട് വരച്ചു മാത്രമേ ആനിമേറ്റ് ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു. ഇങ്ങനെ മിയാസാക്കി വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പടുത്തുയർത്തിയ ഈ സ്റ്റുഡിയോ ഗിബ്ലിയാണ് ഇപ്പൊ ChatGPTയിൽ വളരെ നിസ്സാരമായി കിട്ടുന്നത്. വെറും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, അടുത്ത 2 സെക്കൻഡിൽ മനോഹരമായ സ്റ്റുഡിയോ ഗിബ്ലിയാക്കി മാറ്റിത്തരും. അങ്ങനെയാണെങ്കിൽ ഇത് കാണുമ്പോൾ മിയാസാക്കിയുടെ ഇമോഷൻ എങ്ങനെയായിരുന്നിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഈ സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈൽ രൂപപ്പെടുത്താനായി അദ്ദേഹം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രൂപം കൊണ്ടത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നിസ്സാരമായി കോപ്പി അടിക്കുകയും അത് ലോകം മുഴുവനും ട്രെൻഡാക്കുകയും ചെയ്തു. യാതൊരു കൈവേലയും ഇല്ലാതെ എല്ലാവരെയും സ്റ്റുഡിയോ ഗിബ്ലി ആക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? സത്യത്തിൽ അത് അദ്ദേഹത്തിന് വല്ലാത്ത ദുഃഖമുണ്ടാക്കും. അതിനാൽ തന്നെ അദ്ദേഹം ഇത് കാരണം വല്ലാത്ത ദുഃഖത്തിൽ തന്നെയാണ്. എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റുഡിയോ ഗിബ്ലിയുടെ സിനിമകളുടെ ആഴമേറിയ സന്ദേശം, കലാപരമായ ഭംഗി, ഹൃദയസ്പർശിയായ കഥകൾ, ഇവയെല്ലാം എക്കാലത്തേക്കും പ്രേക്ഷകരുടെ മനസ്സിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇതെല്ലാം ശരിയാണ്. തുടക്കത്തിൽ ഇതിന് പുറകിൽ എന്തോ ഒരു ആപത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്ന് ചോദിച്ചാൽ, അതെ, ഏതൊരു കാര്യവും ഈ ഒരു ലോകത്ത് ഒരിക്കലും സൗജന്യമായി ലഭിക്കുകയില്ല. ഒരു പക്ഷേ അങ്ങനെ സൗജന്യമായി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സൗജന്യമായി തന്നിട്ട് നിങ്ങളിൽ നിന്നും എന്തോ എടുക്കുവാൻ വേണ്ടിയാണ്. അതാണ് സത്യം. പ്രധാനമായും ഡിജിറ്റൽ വേൾഡിൽ നിങ്ങൾ ഒരു കാര്യം ഫ്രീ ആയി അനുഭവിക്കുന്നുവെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നർത്ഥം. അത് വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെ എന്ത് തന്നെ ആയാലും ഇവയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അവയെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റ ചോർത്തിയിട്ടാണ് നിങ്ങൾക്കിതെല്ലാം ഫ്രീ ആയി നൽകുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുന്ന പേഴ്സണൽ ഡേറ്റാസ് ഉപയോഗിച്ച് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ChatGPTയും ചെയ്യുന്നത്. നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് സ്റ്റുഡിയോ ഗിബ്ലിയാക്കി കൺവേർട്ട് ചെയ്ത് നൽകാം. അതും ഒരു ദിവസം 3 ഇമേജ് വരെയും ഫ്രീ ആയി കൺവേർട്ട് ചെയ്യാം എന്നൊരു ഫ്രീ നൽകിയത് തന്നെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ വാങ്ങുകയും അതിലുള്ള ഫേഷ്യൽ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. സാധാരണ ഒരു ഫോട്ടോ അല്ലേ, അതിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യാൻ സാധിക്കും എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് കളക്ട് ചെയ്തത് കൊണ്ടാണ് ഒരു വലിയ AI കമ്പനി തന്നെ സ്കാമറിൽ അകപ്പെടുകയും $33 മില്യൺ ഫൈൻ പേ ചെയ്യുകയും ചെയ്തു. ആ AIയുടെ പേരാണ് ക്ലിയർവ്യൂ AI. അതെ, ഇതൊരു അമേരിക്കൻ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഈ കമ്പനി ചെയ്തത് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിലുള്ള മില്യൺസ് ഓഫ് ജനങ്ങളുടെ ഫോട്ടോസ് അവരുടെ അനുവാദമില്ലാതെ എടുക്കുകയും അത് അവരുടെ പ്രോജക്റ്റിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അതായത് ആ ഫേഷ്യൽ റെക്കഗ്നൈസേഷന് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഇതെങ്ങനെയോ പുറം ലോകം അറിഞ്ഞു. ഇത് കോടതി വരെ പോവുകയും $33 മില്യൺ ഫൈനായി അവർ പേ ചെയ്തു. ഒരു ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്നൊക്കെ നിങ്ങൾ സാധാരണഗതിയിൽ ചിന്തിക്കാം. പക്ഷേ നിങ്ങളുടെ ഫോട്ടോ ഒരു തവണ എടുത്താൽ അതവർക്ക് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. AIക്ക് വേണ്ടി അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും. ഒരു പക്ഷേ അതിനെ ഡാർക്ക് വെബിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെ ഡാർക്ക് വെബിലേക്ക് ഈ ഒരു ചിത്രം പോവുകയാണെങ്കിൽ അത് ഏത് സ്റ്റേജിലേക്ക് മാറും എന്നുള്ളത് നമ്മെക്കൊണ്ട് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ഉദാഹരണത്തിന് AI ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഒട്ടനവധി വെബ്സൈറ്റ്സ് ഉണ്ട്. അവർക്ക് അങ്ങനെ ഒരു ചിത്രം തരണമെങ്കിൽ, അതും റിയലിസ്റ്റിക് ആയി തരണമെന്നുണ്ടെങ്കിൽ അതുപോലൊരു ചിത്രം റെഫറൻസിന് വേണ്ടി ആവശ്യമാണ്. അങ്ങനെ ഒരു റെഫറൻസ് അവർക്ക് എവിടെ നിന്ന് കിട്ടും? തീർച്ചയായും നമ്മുടെ ഓരോ ചിത്രങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും ലഭിക്കുക. ആ ഒരു റെഫറൻസിന് വേണ്ടിയാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം എടുക്കുകയും അതിൽ നിന്ന് റെഫറൻസ് എടുത്താണ് AI ഇമേജസ് എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫേഷ്യൽ ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ChatGPT ഇങ്ങനെ ഒരു കാര്യം ഫ്രീ ആയി നൽകുന്നത് എന്നും ഒരുപാട് പേർ അവരുടെ അഭിപ്രായം പറയുന്നു. ശരി, ഈ ക്ലിയർവ്യൂ എന്ന ഈ ഒരു കമ്പനി മാത്രമാണോ ഈ പ്രശ്നത്തിൽ അകപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇല്ല. മറ്റൊരു വശത്ത് ഓസ്ട്രേലിയൻ കമ്പനിയായ ഓർഡർ പാർട്സ് എന്ന കമ്പനിയുടെ കയ്യിലും പല ജനങ്ങളുടെ ഫേഷ്യൽ സ്കാൻ ഇമേജ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഡാറ്റാബേസ് ആരോ ബ്രീച്ച് ചെയ്ത് അതിലുള്ള ഡേറ്റാസ് എല്ലാം തന്നെ മോഷ്ടിച്ചു. അങ്ങനെ മോഷ്ടിച്ചത് കൊണ്ട് പല ജനങ്ങളുടെ ഡാറ്റ തന്നെ മോഷണം പോയി. ഇപ്പോൾ ആ പേഴ്സണൽ ഡേറ്റ ഉപയോഗിച്ച് ഈ ഹാക്കർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അത് ഡാർക്ക് വെബിൽ വിൽക്കാനും സാധിക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഓൺലൈനിൽ നമ്മുടെ ചിത്രങ്ങൾ നമ്മൾ സേവ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്കായ ആപ്പിൾ അവർ തന്നെ അടുത്തിടെ പുറത്തുവിട്ട ഒരു സ്മാർട്ട് വാച്ചിൽ നമ്മുടെ ഹെൽത്ത് അനലൈസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നു. അതായത് ആ വാച്ച് വഴി തന്നെ നമ്മുടെ ഹാർട്ട് റേറ്റ്, ബ്ലഡിലെ ഓക്സിജൻ ലെവൽ, കാലോറീസ് വരെ ഇങ്ങനെ എല്ലാം ഡേറ്റ കളക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ടും നൽകും. അങ്ങനെ ആ വാച്ചിലൂടെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് നോക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇങ്ങനെയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് വഴി ഇവർ വളരെ സീക്രട്ടായി ഈ ഡേറ്റ എവിടെ വേണമെങ്കിലും വിൽക്കും എന്നൊക്കെയാണ് ചില സൈബർ എക്സ്പേർട്സ് മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിലൂടെ നിങ്ങളുടെ ഫേഷ്യൽ ഡേറ്റ മുഴുവനും കളക്ട് ചെയ്യുന്നു. മറുവശത്ത് നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള മുഴുവൻ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു വശം നോക്കിയാൽ നിങ്ങൾ ഡേ ടു ഡേ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അതുവഴിയും ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പ്രൈവസിയുമായി അവർ ഒരു കണക്ഷൻ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ എന്താണെന്നുള്ളത് ഇവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് സമയം എന്ത് വേണമെന്ന് അവർക്കറിയാം. ഏത് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം, നിങ്ങളെ കൊണ്ട് അതെങ്ങനെ വാങ്ങിപ്പിക്കണം, ഇതൊക്കെയും അവർക്കറിയാൻ സാധിക്കും. ഈ വലിയ ഡാർക്ക് സൈഡ് ഈവിൾനെസ് ആണ് നമുക്ക് പോലും അറിയാതെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സംഭവിക്കുന്നത്. ഇത് കൂടാതെ 23andMe എന്ന ഒരു വെബ്സൈറ്റ്, ഈ ഒരു വെബ്സൈറ്റിൽ ജനറ്റിക് ടെസ്റ്റ് സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ ഒരു ഫാമിലിയിലുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ജനറ്റിക് ടെസ്റ്റ് എടുക്കുകയും നിങ്ങൾ സത്യത്തിൽ ഏത് നാഗരികതയാണ് എന്നുള്ളത് അറിയിക്കും. അതായത് നിങ്ങളിപ്പോൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളൊരു ആഫ്രിക്കൻ നാഗരികതയുള്ളവരാണോ എന്നുള്ളത് കണ്ടെത്താൻ ആ ഒരു വെബ്സൈറ്റ് വഴി സാധിക്കും. ഇത് കണ്ടിട്ട് ലോകത്തിലുള്ള പല ജനങ്ങൾ അവരുടെ ജനറ്റിക് അറിയണം എന്നതിനു വേണ്ടി ഈ ഒരു ടെസ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ ഒരു സൈറ്റ് ഡൗൺ ആണ്. അങ്ങനെ ഡൗൺ ആയാൽ എന്ത് പ്രശ്നം സംഭവിക്കും എന്നറിയണ്ടേ? അവരുടെ വെബ്സൈറ്റിലൂടെ ടെസ്റ്റ് ചെയ്ത 15 മില്യൺ ജനങ്ങളുടെ DNA ഇൻഫർമേഷനും ഈ ജനറ്റിക് ഡേറ്റ ഇവയെല്ലാം അവർ ലേലത്തിൽ വിൽക്കാൻ പോലും സാധ്യതയുണ്ട്. അങ്ങനെ അത് ലേലത്തിൽ കൊടുത്താൽ ഒരു വലിയ വിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻഫർമേഷൻ മനസ്സിലാക്കിയതും പല ജനങ്ങളും അവരുടെ ഡാറ്റ ആ വെബ്സൈറ്റിൽ ചെന്ന് ഡിലീറ്റ് ചെയ്തു. അറിഞ്ഞവർ ഡിലീറ്റ് ചെയ്താലും ഡിലീറ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ ഡാറ്റ എല്ലാം വിൽക്കാനുള്ള സാധ്യത അധികമാണ്. കൂടാതെ ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റുഡിയോ ഗിബ്ലി, ഇതിൽ ഗിബ്ലി ഇമേജ് ആക്കി മാറ്റാനായി ChatGPT ചെന്ന് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. അതിൽ ഒരു പ്രൈവസി പോളിസി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ തുടർന്ന് പോകാൻ സാധിക്കൂ. എന്നാൽ ആ പോളിസിയിൽ അവർ പറയുന്നത് നിങ്ങൾ ഏതൊരു സെൻസിറ്റീവ് ഫോട്ടോസ് അല്ലെങ്കിൽ പേഴ്സണൽ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ പൂർണ്ണ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ. അങ്ങനെ ചെയ്തതിന് ശേഷം ആ ഫോട്ടോ ഞങ്ങൾ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കും. കൂടാതെ ഞങ്ങളുടെ AI ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും ആ ഫോട്ടോസിലെ എല്ലാ ഡേറ്റയും കളക്ട് ചെയ്യുമെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ AIയെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഫ്രീ ഓപ്ഷൻ തന്നെ നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഡേറ്റാസ് എല്ലാം ഇഞ്ച് ബൈ ഇഞ്ച് കളക്ട് ചെയ്ത് അവരുടെ AIയെ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലൂടെയും ഒരു പെർഫെക്റ്റ് ആയ സ്റ്റുഡിയോ ഗിബ്ലി നിങ്ങൾക്ക് നൽകാൻ സാധിക്കൂ. അതൊക്കെ കണ്ട് കൊള്ളാമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമ്മുടെ ഡാറ്റ അത്രത്തോളം പെർഫെക്റ്റായി അവർ കളക്ട് ചെയ്തു എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. AI ഇത്രയേറെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ വളരെ നിസ്സാരമായി തോന്നിയാലും അത് നമ്മുടെ ജോലി ഭാരത്തെ കുറച്ചാലും ഭാവിയിൽ ഈ AI നമുക്കിതുപോലെ രസകരമായിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ തലവേദന മാത്രമായിരിക്കും. കാരണം ഭാവിയിൽ ഒരുപാട് ജോലി അവസരങ്ങൾ ഇത് കാരണം നഷ്ടമാകും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ChatGPT 4.0 വേർഷനിൽ ഇമേജ് ജനറേഷൻ വളരെ കൃത്യതയോടുകൂടി തന്നെ വളരെ റിയൽ ആയിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. കൂടാതെ നമ്മളൊരു പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്തു, അതൊരു പോസ്റ്റ് ആക്കി തരണം എന്ന് ചോദിച്ചാൽ കൃത്യമായത് പോസ്റ്റ് ആക്കി തരുന്നുണ്ട്. അതും 4.0 ഓപ്ഷൻ വെറും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത്ര കൃത്യതയോടുകൂടി വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്തോറും വീണ്ടും എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകും. അങ്ങനെ പോയാൽ ഡിസൈനർ എന്ന ജോലി തന്നെ അവിടെ ഇല്ലാതാകും. കൂടാതെ ChatGPT ഉണ്ടാക്കിയ ആ ഒരു ഇമേജിനെ ഹെഡ്ര എന്ന മറ്റൊരു AI വീഡിയോ ജനറേഷൻ വെബ്സൈറ്റിൽ ചെന്ന് അവിടെ അപ്ലോഡ് ചെയ്താൽ അതൊരു ആനിമേഷനെ പോലെ അല്ലെങ്കിൽ ലിപ്സിങ്ങോടുകൂടി തന്നെ അത്ര പെർഫെക്റ്റോടുകൂടി ഒരു വീഡിയോ ആയി തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. ഇതൊക്കെ കാണുമ്പോൾ ഭാവിയിൽ ആനിമേറ്റർ എന്ന ജോലി തന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്.
കൂടാതെ ഇപ്പോൾ തന്നെ ഹെഡ്ര അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ചില സാമ്പിൾസ് പുറത്തുവിടുന്നുണ്ട്. അതിൽ ഒരു AI ക്യാരക്ടർ ഉപയോഗിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും കാണിച്ചിട്ടുള്ളത്. അതൊക്കെ കാണുമ്പോൾ അതൊരു മനുഷ്യനെ പോലെ തന്നെ തോന്നും, AI പോലെ തോന്നുകയില്ല. അപ്പോൾ ഭാവിയിൽ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന് പകരം AI വരാനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഈ ഡേറ്റ അനലൈസ്, ഫിനാൻസ് അനലിസ്റ്റ് ഇങ്ങനെയുള്ള ജോലികൾ പെട്ടെന്ന് തന്നെ വാനിഷ് ആകും. കൂടാതെ IT-യിൽ ബേസിക് ആയിട്ടുള്ള കോഡിംഗ്, അത് ഡീബഗ് ചെയ്യുക, സോഫ്റ്റ്വെയർ ടെസ്റ്റ് റൺ ചെയ്യുക, ഇങ്ങനെയുള്ള ജോലികൾ എല്ലാം AI വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റും. ഇനി കസ്റ്റമർ സർവീസ്, സപ്പോർട്ട് പോലുള്ള ജോലികൾ, ഇവയ്ക്കൊക്കെ വെർച്വൽ അസിസ്റ്റന്റായി AI തന്നെ വന്നിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് ഏതൊരു ജോലിയും ഇല്ലാതെയാകും. കൂടാതെ വെയർഹൗസിൽ ജോലി ചെയ്യാനായി റോബോട്ട്സ് വരും. ഡിസ്പാച്ച്, ഡെലിവറിക്കൊക്കെ AI, ഡ്രോൺസ്, റോബോട്ട്സ് തന്നെ വരും. ക്വാളിറ്റി ചെക്കിങ്ങിന് പോലും AI റോബോട്ട്സ് തന്നെ വരും. ട്രാൻസ്പോർട്ടേഷൻ സൈഡ് നോക്കിയാൽ വാഹനങ്ങൾ തന്നെ ഇപ്പോൾ ഓട്ടോമേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ് ഇവർക്കൊക്കെ ജോലി കുറയാൻ സാധ്യതയുണ്ട്. ട്രാഫിക് മാനേജ്മെന്റ് നോക്കിയാലും അതിൽ AI തന്നെ വരും. ഇനി മീഡിയ സൈഡ് വരികയാണെങ്കിൽ നമ്മളെപ്പോലെ ഇരുന്ന് സംസാരിക്കുന്ന ഈ വിക്കിവോക്സ് പോലുള്ള ചാനലുകൾ, അതെല്ലാം AI വളരെ എളുപ്പത്തിൽ തന്നെ റീപ്ലേസ് ചെയ്യും. കൂടാതെ ന്യൂസ് റൈറ്റിംഗ്, റീഡിംഗ്, ബേസിക് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, വീഡിയോ എഡിറ്റിംഗ് ഇവയൊക്കെ AI ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ജോലികളെല്ലാം ഒരു 5-10 വർഷത്തിൽ തന്നെ AIയുടെ ആധിപത്യത്തിന് കീഴിൽ വരും. ഇനി മെഡിക്കൽ ഫീൽഡിൽ വരികയാണെങ്കിൽ റേഡിയോളജിസ്റ്റ്, അവരുടെ ജോബൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വാനിഷ് ആകും. അതായത് എക്സ്റേ, MRI ഇതൊക്കെ മനുഷ്യരെക്കാട്ടിലും AI വ്യക്തമായി തന്നെ കണ്ടുപിടിച്ച് പറയും. വീണ്ടും മെഡിക്കൽ ഫീൽഡിലെ മറ്റുള്ളവർ, ഈ ഫാർമസിസ്റ്റ്, ഇവരുടെ ജോലികളും AI വളരെ എളുപ്പത്തിൽ തന്നെ റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ എല്ലാ ജോലിയും AI റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് ജോബാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ ജോലിക്ക് പോകരുത്, നന്നായി പഠിച്ച് മുകളിലേക്ക് പോകണം എന്നൊക്കെ പറയുമല്ലോ. അതായത് ഈ വെയിലത്തൊക്കെ പോയി കഷ്ടപ്പെടരുത് എന്നൊക്കെ പലരും പറയും. അതുപോലുള്ള ജോലികളൊക്കെ AI റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രധാനമായും ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക് ഇതൊക്കെ AI കൊണ്ട് വലിയ രീതിയിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊക്കെ മനുഷ്യന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണ്. കൂടാതെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, അവരുടെ ജോലിയും AI കൊണ്ട് അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത മെക്കാനിക്സ്, ടെക്നീഷ്യൻസ്, ഈ ഒരു ജോബും AI കൊണ്ട് അത്ര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത ഡോക്ടേഴ്സ്, സർജൻസ്, ഇവരുടെ ജോബും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഡോക്ടേഴ്സിനെ കൊണ്ട് മാത്രമേ പേഷ്യൻസുമായി ഇമോഷണലി കണക്റ്റായി സംസാരിക്കാൻ സാധിക്കൂ, ഡിസ്ക്രിപ്ഷൻസ് ശരിയായി നൽകാൻ സാധിക്കൂ, ഇമോഷണലായി ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ രോഗം സുഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഒരിക്കലും നമുക്ക് AI കൊണ്ടുവരാൻ സാധിക്കില്ല. തെറാപ്പിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ആ ഒരു ജോലിയിലും AI റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഇനി സ്കൂളിലേക്ക് വന്നാൽ ടീച്ചേഴ്സ്, എഡ്യൂക്കേറ്റേഴ്സ്, ഇവിടെയും AI റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എത്ര തന്നെ AI റീപ്ലേസ് ചെയ്താലും ഇമോഷണലി കണക്റ്റായി ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ടീച്ചേഴ്സും സ്റ്റാഫ്സും ഉണ്ടാകും. കൂടാതെ ഇനി ഹയസ്റ്റ് പൊസിഷൻസ്, ഇങ്ങനെ ടീം ലീഡ് ചെയ്യുക, CEO ഇങ്ങനെയുള്ള ജോബുകൾ, ഇങ്ങനെയുള്ള ജോലികളെ റീപ്ലേസ് ചെയ്യുക, HR റീപ്ലേസ് ചെയ്യുക, ലോയേഴ്സ്, ജഡ്ജി ഇങ്ങനെയുള്ളവരെ റീപ്ലേസ് ചെയ്യുക, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനി ആർക്കിയോളജിസ്റ്റ്, ഇതിനെ ഏതൊരു കാലത്തും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാനേ സാധിക്കില്ല. ഇനി ഷെഫ്, അതും ഒരിക്കലും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി മീഡിയ സൈഡ് വരികയാണെങ്കിൽ എത്ര തന്നെ ഈ AI കൊണ്ട് ആനിമേറ്റ് ചെയ്യാൻ സാധിക്കും, പിക്ചർ ഉപയോഗിക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാലും ഒരു ഡയറക്ടറുടെ ജോലി ഒരിക്കലും ഈ AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ AI കൊണ്ട് ഒരു മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ആ ഒരു മ്യൂസിക് എങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ ജനങ്ങളിലേക്ക് അത് എങ്ങനെ നന്നായി കൊണ്ടുപോകാൻ കഴിയും, അതിലൂടെ എങ്ങനെ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, നല്ല മ്യൂസിക് ഏതാണ്, മോശമായ മ്യൂസിക് ഏതാണ്, ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം, ഇതെല്ലാം ഒരു മ്യൂസിക് പ്രൊഡ്യൂസർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇതൊന്നും AIക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ വളരെ കുറവ് സാധ്യത മാത്രമേ ഉള്ളൂ. അതുപോലെ ഡിസൈനിങ് ബേസ്ഡ് ജോബ്സ്, ഇതും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത ജോലികൾ, അത് ക്രിയേറ്റിവിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, ലീഡർഷിപ്പ്, സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്ന ചില ജോബ്സ്, ഇവയൊന്നും AI കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. മറ്റുള്ള ജോലികൾ എല്ലാം ഒരു 5-10 വർഷത്തിൽ AI റീപ്ലേസ് ചെയ്യും. അതുകൊണ്ട് ഇന്നെങ്കിലും നമ്മൾ AI കുറിച്ച് ഒന്നും മനസ്സിലാകാതെ തുടർന്ന് പഠിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും ഒരു ജോലിയിലൊക്കെ കയറിയാൽ AI നമ്മെ തള്ളി താഴെയിട്ടിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലും AI തളർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല.
അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചതുപോലെ പഠിച്ച് അതിനനുസരിച്ചതുപോലുള്ള ഒരു ഫീൽഡ്, ഒരു ജോലി സെലക്ട് ചെയ്യുക. AI നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക. ഒരിക്കലും നമ്മളിൽ ഒരു ആധിപത്യം സൃഷ്ടിക്കാൻ അവയെ അനുവദിക്കരുത്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിലും ഗിബ്ലിയായി നിങ്ങളുടെ ചിത്രം ജനറേറ്റ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലൂടെ ഗിബ്ലിയെക്കുറിച്ച് മാത്രമല്ല AI-യെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, പറയാത്തതായി മറ്റെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.